അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്താ വർത്താനം? നല്ല എന്താ ഞാൻ ഇന്നലെ ഇന്നും കൊറേ വിളിച്ചല്ലേ നിങ്ങളെ? എന്താ പറയുന്നത് വിളിച്ചിട്ട്? നിങ്ങളെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. എന്താ പറ്റി? ഫോണ് ഞാന് മെസ്സേജ് അയച്ചു നോക്കി, അത് ഒരു ടിക്കറ്റ് ഇടണുള്ളൂ, രണ്ടാമത്തെ വരുന്നില്ല. അപ്പൊ ഞാൻ നിങ്ങളെ തെരഞ്ഞു പോന്നിട്ട് കാണാൻ വേണ്ടിട്ട്. ഫോണേ ഞാനൊരു ഫോണ് വാങ്ങിയല്ലോ, പുതിയ ഫോൺ. അത് നിങ്ങൾ ഒരാഴ്ച മുമ്പ് വാങ്ങിയ ഫോൺ. അത് ഞാൻ ഇന്നലെ ഒരു ലോഡ് മതി, ലോഡ് ഇറക്കാൻ വേണ്ടി പോയി. മരലോടോ? അല്ല, ഈ ഓളോഫീസ്. അപ്പൊ അത് ഇറക്കാൻ പോയപ്പോ ഞാൻ ആ വണ്ടിന്റെ ബോട്ടം വെച്ചു. അപ്പൊ ആൾക്കാരൊക്കെ കുറെ ഉണ്ട്. അപ്പൊ ഞാനതവിടെ വെച്ചു. ലോഡ് ഇറക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഫോണ് കാണാനല്ല. കുറച്ചേരൊക്കെ റിങ് ചെയ്തു, പിന്നെ അത് സ്വിച്ച് ഓഫ് ആയി. പിന്നെ ഒരു പേരും അല്ല. അപ്പൊ പരാതിയൊക്കെ ഞാൻ കൊടുത്തു. പരാതി കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ അന്വേഷിച്ചു. അപ്പൊ ആരും കണ്ടോലില്ല. അപ്പൊ ഞാന് പരാതി കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോ എന്നോട് എന്താ കോടെന്തോ ചോദിച്ചു. കോഡ് ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്നും എനിക്കറിയില്ല. പോലി പറഞ്ഞു അതില്ല, ഞാൻ നമുക്ക് കണ്ടുപിടിച്ചാൽ ബുദ്ധിമുട്ടാണ്, അതെന്തെങ്കിലും എളുപ്പമായിനി, ഞാനും ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു. അല്ല, അപ്പൊ നിങ്ങക്ക് ഫോണില്ല? ഫോണില്ല. ഇനിയിപ്പോ പുതിയ വാങ്ങണ്ടേ? പുതിയ എവിടുന്ന് വാങ്ങണം? ഇപ്പൊ ഇതന്നെ EMI എടുത്തല്ലേ. ഫോണ് പോയാലും ഇപ്പൊ നമ്മളെ അടവടക്കൽ നിർബന്ധല്ലേ. അപ്പൊ ഇനിയിപ്പോ ഒരു ഫോണ് വാങ്ങല് ഇപ്പൊ ഇനി നടക്കൂല. എന്റെ പണിക്കൊരു സന്തോഷത്തില് നിന്റെ കാര്യം കേൾക്കണം. ഞാന് മെഡിക്കൽ കോളേജില് നിന്നീനേ. അവിടെ ഡോർമെട്രി, അവിടെ 100 റുപ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടക്കാനും കുളിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ ഞാൻ ഫോൺ അവിടെ കുത്തിവെച്ചുകൊണ്ട് ഡിസ്ചാർജ് ചെയ്തപ്പോ എന്താട്ടി, ഫോൺ എടുത്താണുള്ളൂ, ചാർജർ അവിടെ കിടക്കുക. ഇതിന് ചാർജറിനായിട്ട് പാട് കിടക്കൂലല്ലോ. അപ്പൊ എനിക്കിപ്പോ ചാർജർ ഇല്ല, നിങ്ങൾക്ക് ഫോണും ഇല്ല. അല്ലാണേക്കാ, നിങ്ങൾ ആ ചാർജർ ഇവിടെ അല്ലേ? അപ്പൊ ചാർജർ ഉണ്ട്. നിങ്ങൾ ആ ചാർജർ എനിക്ക് തരുമോ? ചാർജറോ? അനക്ക് എന്റെ ഫോൺ പോയത് പോരാ.